ജനസേവനത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മേഖലയിൽ നടത്തിയ പ്രശംസനീയമായ പ്രവർത്തനത്തിന്റെ പേരിൽ ലുലു ഗ്രൂപ്പ് മേധാവി എം.എ. യൂസഫ് അലിക്ക് സൗദി ഭരണാധികാരികളുടെ ആദരം. നിരാലംബരും അഗതികളുമായ 50 ലക്ഷം പേർ ഗുണഭോക്താക്കളായ ഇഹ്സാൻ ചാരിറ്റബിൾ സംഘടനയ്ക്ക് എം.എ. യൂസഫ് അലി നൽകിയ സംഭാവനയാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഇവരിൽ അനാഥരും അശരണരും വയോധികരുമാണ് ഭൂരിഭാഗവും. നാഷണൽ ഫോറം ഫോർ ചാരിറ്റബിൾ വർക്കിന്റെ 2ാമത് വാർഷിക ചടങ്ങിന്റെ പ്രൗഢമായ വേദിയിൽ റിയാദ് ഗവർണർ ഫൈസൽ ബിൻ ബന്ദർ ബിൻ അബ്ദുൽ അസീസിൽ നിന്ന് യൂസഫ് അലിക്ക് വേണ്ടി ലുലു സൗദി അറേബ്യൻ ഡയറക്ടർ ഷഹി മുഹമ്മദ് ആദരം ഏറ്റുവാങ്ങി. സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയാണ് ചടങ്ങിന് നേതൃത്വം വഹിച്ചത്. സൗദി ഭരണ നേതൃത്വം നൽകിയ ഈ അംഗീകാരത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് യൂസഫ് അലി പറഞ്ഞു. സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും പുണ്യമായ പ്രവൃത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ സൗദി ജയിലുകളിൽ കഴിയുന്ന നിരാശ്രയരായ ആളുകളെ സഹായിക്കുക, രാജ്യത്തിന്റെ വികസന പ്രക്രിയകളിൽ അവരെ പങ്കാളികളാക്കുക, ചാരിറ്റി പ്രവർത്തനങ്ങളുടെ രംഗം പൂർണ്ണമായും ജനോപകാരപ്രദമാക്കുക തുടങ്ങിയ വിശാലമായ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇഹ്സാൻ എന്ന സേവന സംഘടനയ്ക്ക് എം.എ. യൂസഫ് അലി നൽകിയ 10 ലക്ഷം റിയാലിന്റെ സംഭാവന സ്തുത്യാർഹമായ കാൽവെപ്പാണെന്ന് റിയാദിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. മലയാളികൾക്ക് അഭിമാനമായ യൂസഫ് അലി സ്വന്തം നാട്ടിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒട്ടും പിന്നിലല്ല. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി പ്രഖ്യാപിച്ച 1 കോടി രൂപ ധനസഹായം കൊച്ചി കോർപ്പറേഷന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. യൂസഫ് അലിക്ക് വേണ്ടി സെക്രട്ടറി E.A. ഹാരിസ്, ലുലു കൊമേഴ്ഷ്യൽ മാനേജർ സാദിഖ് കാസിം എന്നിവർ ചേർന്നാണ് മേയർ M. അനിൽകുമാറിന് ചെക്ക് കൈമാറിയത്. കൊച്ചി നഗരം നേരിടുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധിയോട് പടപൊരുതാൻ തനിക്കടക്കം ഇത് വലിയ ഊർജം നൽകുന്നുവെന്ന് മേയർ പറഞ്ഞു. കൊച്ചി നഗരത്തിനു വേണ്ടി നിരവധി പേർ ഒരുമിച്ച് വരാനുള്ള മഹത്തരമായ തുടക്കം കുറിക്കുകയാണ് യൂസഫ് അലി ചെയ്തതെന്നും മേയർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഈയിടെ ലൈഫ് മിഷൻ കേസിൽ ഏറെ വിവാദങ്ങളിൽപ്പെട്ട യൂസഫ് അലി കഴിഞ്ഞ ദിവസം ആരോപണങ്ങളോട് പ്രതികരിച്ചിരുന്നു. തന്നെ ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് പല ആരോപണങ്ങളും നേരിടേണ്ടി വരുമെന്നും യൂസഫ് അലി പ്രതികരിച്ചിരുന്നു. മാധ്യമങ്ങളിലൂടെ തന്നെയും തന്റെ കുടുംബത്തെയും അപമാനിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളെ നിയമപരമായി തന്നെ നേരിടും. അക്കാര്യം ലുലു ഗ്രൂപ്പിന്റെ ലീഗൽ വിഭാഗം നോക്കിക്കൊള്ളുമെന്നും യൂസഫ് അലി പറഞ്ഞു.